श्री वेणुगोपाल जी, पनकट सादिक अली साहब, पीके कुनियालकुट्टी जी, अरियादत मोहम्मद जी, एके अनिल कुमार जी, वीवी प्रकाश जी, बीके बशीर जी, अब्दुल वहाब जी, केपीए मजीद जी, स्टेज पे हमारे सब वरिष्ठ नेता, पार्टी के कार्यकर्ता, भाइयों बहनों, प्रेस के हमारे मित्रों, അധ്യക്ഷ വേദിയിലെ അഭിവന്ദ്യരായ നേതാക്കന്മാരെ, ഈ പ്രദേശത്തെ എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാവുന്ന സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരായ മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, I'd like to start by giving you best wishes for Vishu, for Easter and Ashamsaka. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് വിഷുവിന്റെയും ഈസ്റ്ററിന്റെയും ഹൃദയംഗമമായ ആശംസകൾ നൽകിക്കൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I normally fight elections from one constituency in Uttar Pradesh. ഞാൻ സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുള്ളത് ഒരേ ഒരു മണ്ഡലത്തിലാണ്, അത് ഉത്തർപ്രദേശിലാണ്, അമേഠിയിലാണ്. But for 5 years, whenever I have traveled through this country, I have felt that many different regions in this country, many parts of this country are feeling uncomfortable. കഴിഞ്ഞ 5 വർഷം ഇന്ത്യയിലുടനീളം ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ പല പ്രദേശങ്ങളും അസ്വസ്ഥരാണ്. അവർ ഇന്ത്യയുടെ ഇൻക്ലൂസീവായ ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള ധാരണ പോലും അവർക്ക് കൊടുക്കാൻ പലപ്പോഴും നമ്മൾ ഭരിക്കുന്നവർ പരാജയപ്പെടുന്നു. The RSS and Narendra Modi are trying to impose one idea, one vision on this country. വിഭാഗീയത മാത്രം കൈമുതലായിട്ടുള്ള RSSഉം നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ജനങ്ങളുടെ മേലെ ആ വിഭാഗീയമായ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് കഴിഞ്ഞ 5 വർഷവും നാം കണ്ടത്. One history, one culture, one idea. വിഭാഗീയതയുടെ ഒരു ചരിത്രം, ഒരാശയം, ഒരു സംസ്കാരം, അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. And this is making everyone in this country very, very uncomfortable. പക്ഷേ ഇത് ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണ്. The people of Kerala are asking, what is wrong with our culture? What is wrong with our history? What is wrong with our beautiful language, Malayali? മലയാളക്കരയിലെ ഓരോ ജനങ്ങളും ചോദിക്കുന്നു, എന്താണ് ഞങ്ങളുടെ ചരിത്രത്തിന് ഒരു പോരായ്മ? എന്താണ് ഞങ്ങളുടെ സംസ്കാരത്തിന് ഒരു കുറവ്? എന്താണ് ഞങ്ങളുടെ മനോഹരമായ മലയാള ഭാഷയ്ക്ക് ഇന്ത്യ കാണുന്ന കുറവെന്ന് ഞങ്ങൾക്കറിയുമെന്ന് ഈ കേരളത്തിൽ Why should our state be run from Nagpur? ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ നിയന്ത്രണം എന്തിനും നാഗ്പൂർ ഏറ്റെടുക്കണമെന്നാണ് മലയാളത്തിന് ചോദിക്കാനുള്ളത്. Why should Mohan Bhagwat decide what happens in Kerala? ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്ത് നടക്കണമെന്ന് നാഗ്പൂരിൽ നിന്ന് മോഹൻ ഭാഗവത് എന്തിന് തീരുമാനിക്കണം എന്നാണ്. Who is he to tell us what language to speak? ആരാണ് മോഹൻ ഭാഗവത് കേരളം എന്ത് സംസാരിക്കണം, ഏത് ഭാഷ സംസാരിക്കണമെന്ന് ആഹ്വാനം ചെയ്യാൻ ആരാണ് മോഹൻ ഭാഗവത് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Who is he to teach us about our culture, our history? നമ്മുടെ സംസ്കാരം പഠിപ്പിക്കാൻ, നമ്മുടെ ചരിത്രം പഠിപ്പിക്കാൻ ആരും വളർന്നിട്ടില്ല. മോഹൻ ഭാഗവത് വളർന്നിട്ടില്ല. Kerala will be run by the people of Kerala. കേരളത്തെ മുന്നോട്ട് നയിക്കേണ്ടത് കേരളത്തിന്റെ കോടാനുകോടി ജനങ്ങളാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. And this is the same sentiment in state after state. ഓരോ സംസ്ഥാനത്ത് ഞാൻ ചെല്ലുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇതേ വികാരങ്ങളാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഇതേ ചോദ്യങ്ങളാണ് അവിടെ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. The Tamils are asking what is wrong with our language, Tamil. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ മക്കൾ അവർ ചോദിക്കുന്നു, ഞങ്ങളുടെ മനോഹരമായ ഭാഷ തമിഴിന് എന്താണ് കുറവെന്ന് അവർ ചോദിക്കുന്നു. The Maharashtrians are asking what is wrong with Marathi. മഹാരാഷ്ട്രയുടെ
മണ്ണിൽ നിന്ന് മറാത്തികൾ ചോദിക്കുന്നു, ഞങ്ങളുടെ മാതൃഭാഷ മറാത്തി, ആ മറാത്തിക്ക് എന്താണ് ഇന്ത്യയുടെ മണ്ണിൽ കുറവ്? And everybody is saying we are going to teach the BJP and the RSS a lesson. ഈ സ്ഥലങ്ങളിലുടനീളമുള്ള ആളുകൾ കേരളത്തിന്റെ മണ്ണിൽ, തമിഴ്നാടിന്റെ മണ്ണിൽ, ആസാമിന്റെ മണ്ണിൽ, മഹാരാഷ്ട്രയുടെ മണ്ണിൽ, ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ വിഭാഗീയ ആശയങ്ങളെ ഇഷ്ടപ്പെടാത്തവർ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ RSSനെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങിയിരിക്കുകയാണ്. The people of South India are being made to feel like second-class citizens in their own country. ഈ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ തെക്കേ ഇന്ത്യയുടെ മക്കൾക്ക് അവർക്ക് അനുഭവപ്പെടുന്നു രണ്ടാം കിട പൗരന്മാരായി അവരെ കാണുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. And that is why I decided to fight 2 elections. അതുകൊണ്ട് തന്നെ സാധാരണ ഉത്തർപ്രദേശിലെ ഒരു സീറ്റിൽ നിന്ന് അമേഠിയിൽ നിന്ന് മത്സരിക്കുന്ന ഞാൻ തീരുമാനിച്ചു, ഒരൊറ്റ ഇന്ത്യക്ക് വേണ്ടി ഞാൻ തെക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കാൻ ഇത്തവണ I wanted to give a message to the people of South India, to the people of Kerala, Karnataka, Tamil Nadu. എനിക്ക് നൽകാനുള്ള സന്ദേശം കർണാടകയുടെ മക്കൾക്ക്, തമിഴ്നാടിന്റെ മക്കൾക്ക്, കേരളത്തിന്റെ മക്കൾക്ക് ഇതാണ്. Orissa, Andhra, Telangana. മാത്രമല്ല ഒറീസയിലെയും ആന്ധ്രയിലെയും തെലങ്കാനയിലെയും ജനങ്ങളോട് എനിക്ക് നൽകാനുള്ള സന്ദേശം that your history, your language, your culture is as important as anybody else's. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ചരിത്രം, നിങ്ങൾ വളർന്നു വന്ന നാളുകൾ, നിങ്ങൾ മുറുകെ പിടിക്കുന്ന സംസ്കാരം, നിങ്ങളുടെ മനോഹരമായ ഭാഷകൾ, അതാർക്കും അടിയറ കൊടുക്കാനുള്ളതല്ല, അതാർക്കും And that India belongs to everybody. മറ്റൊന്നും കൂടെ, എന്റെ രാജ്യം, നമ്മുടെ രാജ്യം ഇന്ത്യ, അത് ഓരോ ഭാരതീയന്റേതുമാണ്, അതെല്ലാവരുടേതുമാണ് എന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. All communities, എല്ലാ വിഭാഗങ്ങളുടെ, സമുദായങ്ങളുടെ, all languages, എല്ലാ ഭാഷകളുടെയും, all religions, എല്ലാ മതങ്ങളുടെയും, all ideas, എല്ലാ ആശയങ്ങളുടെയും, all beliefs. എല്ലാ വിശ്വാസങ്ങളുടെയും സംഗമഭൂമാണ് ഇന്ത്യ എന്ന നമ്മുടെ മനോഹരമായ രാജ്യം. That Wayanad is the right place to send this message. ഈ സന്ദേശം ഇന്ത്യക്ക് നൽകണമെങ്കിൽ, ഒരുമയുടെ സന്ദേശം ഇന്ത്യക്ക് നൽകണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് അനുഭവപ്പെട്ടു, വയനാടിനെ പോലെ മറ്റൊരിടം ഈ സന്ദേശം നൽകാൻ. Not only because you have different ideas, different religions, different cultures, but because of your character. ആശയങ്ങളുടെ വൈവിധ്യം കൊണ്ട് മാത്രമല്ല, വിശ്വാസങ്ങളുടെ വൈവിധ്യം കൊണ്ട് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വെച്ചു പുലർത്തുന്ന നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ ക്യാരക്ടർ, അതാണ് എന്നെ കൊണ്ട് അത്തരം ഒരു തീരുമാനമെടുപ്പിച്ചത്. Because of your self-confidence, നിങ്ങളുടെ ആത്മവിശ്വാസം അതെന്നെ കൊണ്ട് അവരൊരു തീരുമാനമെടുപ്പിക്കുന്നു. because of your ability to respect all ideas. അവനവന്റെ ആശയങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളതിന് നിങ്ങൾ കൊടുക്കുന്ന ആദരം, അതിനുള്ള നിങ്ങളുടെ കഴിവ്, അതെന്നെ വയനാടിനോടുള്ള എന്റെ ഇഷ്ടം അത് വർദ്ധിപ്പിക്കുന്നു. You hold your beliefs strongly, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കടുകിട പോലും വിട്ടുകൊടുക്കാതെ മുറുകെ പിടിക്കുന്നുണ്ടാവാം. but you respect the beliefs of the other. പക്ഷെ അന്യന്റെ വിശ്വാസങ്ങളെ അതുപോലെ ആദരിക്കാനും ബഹുമാനിക്കാനും നിങ്ങളുടെ മനസ്സ് സദാ തയ്യാറാണ്. You do not use violence against each other. മറ്റു വിശ്വാസത്തിൽപ്പെട്ട ആളുകളെ, ഇതര സഹോദരന്മാർക്കെതിരെ അക്രമത്തിന്റെ പാത ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു ജനതയാണ് എന്റെ മുന്നിലുള്ളത്. And you carry everybody with you. നിങ്ങളുടെ സഹോദരങ്ങളെ തോളിൽ കൈയിട്ട് കൂടെ കൂട്ടാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. And that is a lesson for many people in India, including the Prime Minister. അതൊരു പാഠമാണ്. ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്ക് ഈ സാഹോദര്യം ഒരു പാഠമാണ്, ഈ ഐക്യം ഒരു പാഠമാണ്. ആ പാഠം ഏറ്റവും കൂടുതലായി ചെന്ന് കിടക്കേണ്ടത് ഇന്ത്യ വിഭജിക്കാൻ നോക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്കാണ് എന്ന് ഞാൻ കരുതുന്നു. You cannot build a nation with hatred. നിങ്ങൾക്ക് വെറുപ്പുകൊണ്ട് ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ കഴിയില്ല മിസ്റ്റർ മോദി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You cannot build or strengthen a nation with anger. ഒരു രാജ്യത്തെ നിർമ്മിക്കാനോ അതിനെ കരുത്തുറ്റതാക്കാനോ പരസ്പര വിദ്വേഷം കൊണ്ട് സാധിക്കുകയില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Nations are not built on anger and hatred. മഹത്തായ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് അത് ദേശത്തിന്റെ വിദ്വേഷത്തിന്റെ അടിത്തറയിലല്ല.
They are built on unity, on love and affection. നേരെ മറിച്ച് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഐക്യത്തിന്റെ അടിത്തറയുടെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സമാധാനത്തിന്റെ അടിത്തറയിലാണ്. And that is the best way to define Wayanad. അതാണ് വയനാടിന് നൽകാവുന്ന ഏറ്റവും നല്ല വിശേഷണം. ഐക്യത്തിന്റെ വയനാട്, മതസൗഹാർദ്ദത്തിന്റെ വയനാട്, സാഹോദര്യത്തിന്റെ വയനാട്, അതാണ് നമ്മുടെ വയനാട്. So I don't come here as a politician who wants to tell you what he thinks. എനിക്കെന്ത് പറയാനുണ്ട്, ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം വന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ. I don't want to advise you on how you should live your life. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് രാവിലെയും വൈകുന്നേരവും നിങ്ങളെ ഉപദേശിക്കാൻ ഞാനാണല്ല. I don't want to tell you what to do. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അതും തീരുമാനിക്കുന്നത് ഞാനല്ല. I come here as a brother, as a son, as a friend. സ്വന്തം സഹോദരനായി, നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ ഒറ്റ സുഹൃത്തായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചു. And when I speak from here, I want you all to know, and not just people who are supporters of the UDF or supporters of the Congress party, every single person in Wayanad, every single person in the state, I want you to know that it is a tremendous honor for me to represent it. എന്റെ പ്രസ്ഥാനത്തിന്റെയോ ഈ മുന്നണിയെയോ കൊടിപിടിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും മാത്രമല്ല, വയനാടിന്റെ മണ്ണിലെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഒരു രാഷ്ട്രീയമില്ലാത്ത ഈ കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളിലേക്കും ഒരു മെസ്സേജ് ഒരു സന്ദേശം ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ന് മത്സരിക്കാൻ, ഈ മണ്ണിന്റെ സാരഥിയാവാൻ, നിങ്ങളെ വോട്ട് തേടാനുള്ള അവസരത്തെ എന്റെ ജീവിതത്തിലെ മഹാസൗഭാഗ്യങ്ങളിലൊന്നായി, ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നായി ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. And my guiding spirit is not going to be my man ki baat or what I think. എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ നയിക്കുന്നത് ഞാൻ എന്ത് ചിന്തിക്കുന്നു, എനിക്കെന്ത് പറയാനുണ്ട് എന്നതായിരിക്കില്ല. I am not going to tell you every 5 minutes what is in my heart. ഓരോ 5 മിനിറ്റും എന്റെ ചിന്തകളെ സംപ്രേഷണം ചെയ്യാനുള്ള ഒരാളായി ഞാൻ മാറില്ല. What is going to guide me is the voice of the people of Wayanad. എന്നെ നയിക്കുന്നത് പക്ഷേ ഞാൻ അടിയൊഴിച്ച് പറയുന്നു, ഈ ഇരിക്കുന്ന ജനാവലി ഉൾപ്പെടെയുള്ള വയനാടിന്റെ ഓരോ പൗരന്റെയും ശബ്ദമായിരിക്കും എന്നെ നയിക്കുന്നത് പറയാൻ. And I will try to make myself as open, as understanding to the voice of the people of Wayanad as I possibly can. തുറന്ന മനസ്സോടെ, വിശാലമായ ഹൃദയത്തോടെ വയനാടിന് എന്ത് പറയാനുണ്ട് അതിലേക്ക് മുഴുവൻ തുറന്നു വെച്ച വാതിലായി എന്റെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തന മേഖല മാറ്റുമെന്ന് ഞാൻ വയനാടിനോടൊപ്പം. That is why I say I come here with humility. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിനയാന്വിതനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. I come here with a clear understanding that I am here to promote, to push your expression, your voice, to tell the world what is in your heart. സ്ഫടിക സമാനമായ വ്യക്തതയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാനിവിടെ വന്നത് നിങ്ങളുടെ ശബ്ദം കേൾക്കാനാണ്. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് ലോകത്തെ സംവദിക്കാനാണ്. ഞാനിവിടെ വന്നത് നിങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുമാണ്. I am not here to fight for Rahul Gandhi, I am here to fight for the voice of the people of Wayanad. കേവലം എന്റെ ശബ്ദം രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിന് ആളെ കൂട്ടാൻ വന്നതല്ല, വയനാടിന്റെ ശബ്ദത്തിന് അതിന് ജീവൻ നൽകാൻ വന്നതാണ്. Today I had lunch with a young lady from Wayanad called Sri Dhanya Suresh. ഞാനെന്ന അഭിമാനത്തോടെ പറയുന്നു, ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത് ശ്രീധന്യ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കൂടെയാണ്. In many ways, she represents the ambition, the dreams of Wayanad. വളരാനുള്ള വയനാടിന്റെ ആഗ്രഹത്തെ, ഉയരങ്ങളിലെത്തിപ്പിടിക്കാനുള്ള വയനാടിന്റെ ഊർജ്ജത്തെ അതിനെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്കരിയായ ഒരു സഹോദരിയാണ് ശ്രീധന്യ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The first tribal woman from Wayanad to clear the UPSC. അഭിമാനത്തോടെ പറയുന്നു, സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വന്ന ആദിവാസി കുടുംബത്തിലെ ആദ്യത്തെ പെൺകുട്ടിയായി പ്രിയങ്കരിയായ
a huge achievement for a young girl. സമാനതകളില്ലാത്ത നേട്ടമാണ് ആ പ്രിയപ്പെട്ട ഇളയ സഹോദരി നേടിയെടുത്തത്. At lunch I asked her, what do your parents do? ഉച്ചഭക്ഷ സമയത്ത് സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത്? And she answered, my parents work in Manrega. ആ സഹോദരി പറഞ്ഞു, എന്റെ അച്ഛനമ്മമാർ അവരും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ സാധാരണക്കാരായ അധ്വാനിച്ച് ജീവിക്കുന്ന Some months back, I heard the Prime Minister of India and the Lok Sabha talk about Manrega. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോക്സഭയിൽ തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. He said Manrega was an insult to the Indian people. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്ക് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി ഒരു അപമാനമാണെന്നാണ്. He said Manrega was the symbol of corruption. അദ്ദേഹം പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ നടന്ന അഴിമതിയുടെ ജീവിക്കുന്ന ഉദാഹരണമാണെന്നാണ്. He said Manrega was an insult to the people of India. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അപമാനകരമായ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന്. Manrega costs 35,000 crores a year. ഒരു വർഷം 35,000 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന ആ പദ്ധതി Manrega helped Sri Dhanya Suresh succeed. വയനാടിന്റെ ഉള്ളേക്കുള്ള ഗ്രാമങ്ങളിലൊന്നും ഇവിടെ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണ അച്ഛനമ്മമാരുടെ മകളായി ആ പെൺകുട്ടിക്ക് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ കഴിയുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയുന്നു, അപമാനമെന്ന് ഓടി വിളിച്ച ആ തൊഴിലുറപ്പ് പദ്ധതിയാണ് ആ പെൺകുട്ടിയെ അതിന് പ്രാപ്തമാക്കിയത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And the Prime Minister says Manrega is an insult to India. അങ്ങനെയാണ് പ്രധാനമന്ത്രി പറയുന്നത്, ശ്രീധന്യെ സിവിൽ സർവീസിലേക്ക് എത്തിച്ച ആ തൊഴിലുറപ്പ് പദ്ധതി അത് അപമാനമാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു പോകുന്നു. Helping Sri Dhanya Suresh succeed is an insult to India, according to the Prime Minister. നമ്മുടെ ശ്രീധന്യക്ക് സിവിൽ സർവീസ് കേൾക്കാൻ അത് എത്തിപ്പിടിക്കാൻ അവരുടെ അച്ഛനും അമ്മയ്ക്കും വരുമാനം കൊടുത്ത തൊഴിലുറപ്പ് പദ്ധതിയെ അതിന് പ്രധാനമന്ത്രി അപമാനമെന്ന് വിളിക്കുന്നു. Well, if Narega is an insult to the people of India, then why isn't Nirav Modi an insult to the people of India? ഈ പാവങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വഴവെക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ അപമാനമെന്ന് വിളിക്കുന്ന നരേന്ദ്രമോദിയോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് നീരവ് മോദിയെ ഒരു അപമാനമായി കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? Why is it giving 45,000 crores to Anil Ambani an insult to India? ഈ പാവങ്ങൾക്ക് അഷ്ടിക്ക് വഴവെക്കുന്ന ഈ പദ്ധതിയെ അപമാനമെന്ന് വിളിക്കുന്ന നരേന്ദ്രമോദിയോട് അടുത്ത ചോദ്യം, 45,000 കോടി അനിൽ അംബാനിയുടെ മടിത്തട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് എന്തുകൊണ്ട് നിങ്ങൾ അപമാനമെന്ന് വിളിക്കുന്നില്ല? Why isn't given the biggest defense contract in the world to a man who has never built an aircraft an insult to India? ഒരു കടലാസിന്റെ വിമാനം പോലും ഉണ്ടാക്കാത്ത അനിൽ അംബാനിക്ക് ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ അത് വ്യക്തിനിൽക്കുന്നത് അവരല്ലേ ഇന്ത്യക്ക് അപമാനം എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. Why isn't demonetization an insult to India? ഈ നാട്ടിലെ പാവങ്ങളുടെ അധ്വാനത്തിന് കടലാസിന്റെ വില പോലും ഇല്ലാതാക്കിയ നോട്ട് നിരോധനം, നിരവധി ജീവനെടുത്ത ആ നോട്ട് നിരോധനം അതല്ലേ ഇന്ത്യക്ക് അപമാനം? Why isn't Gabbar Singh tax an insult to India? ഗുണ്ടാ പിരിവിനെ ഓർമ്മപ്പെടുത്തുന്ന ഗബ്ബർ സിംഗ് ടാക്സ് അത് ഇന്ത്യക്ക് അപമാനമായി നിങ്ങൾ മാറ്റിയില്ലേ? So we have decided that over the last 5 years, Mr. Narendra Modi has done grave injustice to the people of India. കുഴിമാര സമാനമായ അനീതി കഴിഞ്ഞ 5 വർഷം ഇന്ത്യയോട് ചെയ്ത ആളാണ് നരേന്ദ്രമോദിയും ഇന്ത്യയോട് ചെയ്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്ന BJP സർക്കാർ. Manrega opened the door and allowed Sri Dhanya Suresh to succeed. തൊഴിലുറപ്പ് പദ്ധതി തുറന്ന വാതിലുകൾ, ആ വാതിലുകളിലൂടെയാണ് ശ്രീധന്യ നടന്ന് സിവിൽ സർവീസിന്റെ ഉയരത്തിലേക്ക് എത്തിയത്. Now we are going to break down the wall. ഇനി പല മതിലുകളും അതിന്ത്യയുടെ മണ്ണിൽ നമുക്ക് പൊളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. One Sri Dhanya Suresh is not enough for us. ഒരു ശ്രീധന്യ സുരേഷ് അല്ല, ഒരു ശ്രീധന്യ സുരേഷ് മാത്രമല്ല, ഒരു ശ്രീധന്യ സുരേഷ് മാത്രം പോരാ, അതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരന്മാർ നമ്മളുണ്ടാക്കിയ വഴികളിലൂടെ കടന്നു വരേണ്ടതായിട്ടുണ്ട്. We
beneficiaries from Wayanad. വയനാടിൽ നിന്ന് ഒരു ശ്രീധന്യ സുരേഷില്ല, 1000 ശ്രീധന്യ സുരേഷ്മാർ വയനാട് And I am going to tell you how we are going to do it. അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചും എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. Mr. Narendra Modi gave 3.5 lakh crores to 15 of the richest people in India. സുഖലോലുകളെ അഭിരമിക്കുന്ന സഹസ്ര കോടീശ്വരന്മാർക്ക് 3.5 ലക്ഷം കോടി രൂപ വെറുതെ കൊടുത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. And now we are going to give thousands of crores to the poorest people in India. എന്നാൽ നമ്മുടെ നയങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ 15 സഹസ്ര കോടീശ്വരന്മാർക്കല്ല, ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന അനേകം കോടി ജനങ്ങൾക്ക് അവരുടെ പണം കൊടുക്കാനാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. 20% of India's poorest families are going to get 72,000 rupees a year directly in their bank account. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരന് അവന് ഓരോ വർഷവും 72,000 കോടി രൂപ അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ കോൺഗ്രസ് ഗവൺമെന്റ് നിക്ഷേപിക്കുന്നതായിരിക്കും. 72,000 rupees a year, 3,60,000 rupees in 5 years. ഒരു വർഷം 72,000 കോടി, 5 വർഷം കൊണ്ട് 3,60,000 കോടി ഇവിടുത്തെ സാധാരണക്കാരന് കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി നമ്മുടെ ഗവൺമെന്റ് മാറും. Directly into the women's bank account of the poorest families in India. ഇടനിലക്കാരില്ലാതെ, ഇടയ്ക്ക് തട്ടിപ്പുകാരില്ലാതെ ആ സാധാരണ കുടുംബങ്ങളിലെ വനിതകളുടെ അക്കൗണ്ടിലേക്ക് ആ പണം മുഴുവൻ നിക്ഷേപിക്കാൻ നമ്മൾ തീരുമാനമെടുക്കാൻ പോകുന്നു. You insert Manrega, we will do something 10 times as powerful. നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതം അവരുടെ അടുപ്പിൽ തീ പോകുന്നു എന്ന് ഉറപ്പുവരുത്തിയ തൊഴിലുറപ്പ് പദ്ധതിയെ അവമാനിച്ചു. പക്ഷെ ഞങ്ങൾ അതിനേക്കാൾ 10 മടങ്ങ് കരുത്തുള്ള ഒരു ജനകീയ പദ്ധതിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. Our Nyaya Yojana will create thousands and thousands of Sri Dhanya Sureshas. നമ്മുടെ ന്യായം എന്ന് പറയുന്ന പുതിയ യോജന അതുണ്ടാക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് ശ്രീധന്യമായി ആയിരിക്കുമെന്ന് വണ്ടൂരിന് ഞാൻ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു. And my advice, the Prime Minister doesn't meet farmers, doesn't meet tribal people, weak people, laborers. ആദിവാസികളെ കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമയമില്ല. പണിയെടുക്കുന്ന തൊഴിലാളികളെ കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമയമില്ല. നടുവൊടിഞ്ഞ കർഷകനെ കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമയമില്ല. He only hugs people who wear expensive suits. അദ്ദേഹം ഒരേ ഒരു വിഭാഗത്തെ മാത്രം കോടിക്കണക്കിന് രൂപയുടെ കോട്ട് അദ്ദേഹം അണിയുന്നത് പോലെ അണിയുന്ന ആളുകളെ മാത്രമേ നരേന്ദ്രമോദി സഹായിക്കുകയുള്ളൂ. But I would advise him to meet Sri Dhanya Suresh. ഞാനൊരു ചെറിയ ഉപദേശം അദ്ദേഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു. കഴിയുമെങ്കിൽ ആ കോടീശ്വരന്മാരെ കൊണ്ട് സമയം ബാക്കിയാണെങ്കിൽ ശ്രീധന്യയെ ഒരു വട്ടം കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമയം കണ്ടെത്തണം. He should invite her and have a meal with her. സഹസ്ര കോടീശ്വരന്മാരുടെ കൂടെ ലണ്ടനും നിങ്ങളും സമയം കണ്ടെത്തുന്ന മോദി ഒരു തവണ ശ്രീധന്യയെ വിളിക്കണം. ഒരല്പനേരം ആ പെൺകുട്ടിയോടൊപ്പം വരുന്നു, ഒരല്പം ഭക്ഷണം അവരോടൊപ്പം ഇരുന്ന് കഴിക്കണം. And he should ask her, what made it possible for you to succeed? ചോദിക്കണം ശ്രീധന്യയോട്, ഈ സാധാരണ ചുറ്റുപാടിൽ നിന്ന് എങ്ങനെ സിവിൽ സർവീസിന്റെ ഉയരങ്ങളിലേക്ക് എന്റെ സഹോദരി എത്തിയെന്ന് ചോദിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാവണം. What made it possible for you to succeed at the UPSC? എങ്ങനെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് UPSC പോലുള്ള ഒരു പരീക്ഷ അതിന്റെ എല്ലാ കെടുതികളെയും തരണം ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കണം. And she will tell him, dear Prime Minister, it is the program you insulted on the floor of the parliament called Manrega that made it possible for me to succeed. അഭിമാനത്തോടെ ശ്രീധന്യ പറയും, ഇന്ത്യയുടെ ജനാധിപത്യ ശ്രീകോവിലകത്ത്, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നിങ്ങൾ അപമാനിച്ച മഹാത്മാവിന്റെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്നെ ഈ ഉന്നതത്തിലേക്ക് എത്തിച്ചത് എന്ന് ആ പെൺകുട്ടി പറയും. It was a program of the Congress party that gave my parents the strength to put me through the test. ശ്രീധന്യ പറയും, എന്റെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തിയത് രാജ്യത്ത് കോൺഗ്രസ് കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്ന് പറയും. It was a program of the Congress party that it made it possible for me to fulfill my dream. എന്റെ സ്വപ്നങ്ങൾക്ക് നിറഞ്ഞെടുത്തത്
ആ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ എനിക്ക് കരുത്ത് പകർന്നത് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ന് ശ്രീധന്യ സുരേഷ് പറയും. And then at the end of the lunch, Sridhanya Suresh will tell the Prime Minister, you should not have insulted Manrega because you insulted me when you insulted Manrega. ഒരല്പസമയം ശ്രീധന്യവുമായി പങ്കുവെക്കാൻ ഇന്ത്യ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞാൽ അവിടുന്ന് തിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ശ്രീധന്യ പറയും, ഞങ്ങളുടെ കുടുംബത്തിന് അന്നം തന്ന ആ തെരഞ്ഞെടുപ്പ് പദ്ധതിയെ അതിന് നിങ്ങൾ അപമാനിക്കരുതായിരുന്നു. ആ പദ്ധതിയെ അപമാനിച്ചപ്പോ എനിക്ക് തോന്നിയത് ഞാൻ അപമാനിക്കപ്പെടുകയാണ് എന്നാണ്. But unfortunately, that conversation will never happen because the Prime Minister will never meet the young lady. പക്ഷേ ഞാൻ കരുതുന്നില്ല അതത്ര എളുപ്പമായിരിക്കുമെന്നുള്ളത്. കോടീശ്വരന്മാരെ കാണാനുള്ള താല്പര്യം സാധാരണക്കാരനെ കാണാൻ ഈ പ്രധാനമന്ത്രിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. I said I come here as a brother, as a son, as a friend, and I know that you have unique problems. ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് എന്റെ കാര്യങ്ങൾ പറയാനുള്ള രാഷ്ട്രീയക്കാരനായിട്ടല്ല, നിങ്ങളുടെ സഹോദരനായി, മകനായി, സുഹൃത്തായി വന്നു. എനിക്കറിയാം നിങ്ങളുടേതായ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന നല്ല ബോധ്യത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. I know that Mr. Narendra Modi signed a trade deal with Malaysia that destroyed the rubber industry. ഈ നാടിന്റെ ഏറ്റവും വലിയ നാണ്യങ്ങളിലൊന്നായ റബ്ബർ കൃഷിയെ നശിപ്പിക്കുന്ന തരത്തിൽ മലേഷ്യയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഗവൺമെന്റും ഒരു കരാറിലെത്തിയത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. We will try and work together to make sure that this is rectified. ഞാൻ ഉറപ്പുവരുന്നു, നമ്മൾ ഒത്തൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് ആ പ്രതിസന്ധിയെ നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I know that Wayanad Lok Sabha is a tourist destination. എനിക്കറിയാം വയനാട് ലോക്സഭാ മണ്ഡലം വിനോദസഞ്ചാരത്തിന്റെ ഉത്തമ കേന്ദ്രങ്ങളിലൊന്നാണ് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. I have been here a few hours and I can see the potential. പല മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ വന്നപ്പോ എനിക്ക് ആ വസ്തുത നേരിട്ട് ബോധ്യപ്പെട്ടതാണ്, വയനാടിന്റെ വളരാനുള്ള സാഹചര്യങ്ങൾ. So I want to help you put Wayanad on the world map. എന്റെ ഉത്തരവാദിത്തങ്ങളിലൊന്ന് ഈ വയനാടിനെ ലോകത്തിന്റെ നിലകളിലേക്ക്, ലോകത്തിന്റെ നാട്ടിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ഞാൻ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യും. But not destructive tourism that will destroy the beautiful environment. പ്രകൃതിയുടെ മനോഹാരിതയെ അതിനെ നശിപ്പിക്കുന്ന വിനോദസഞ്ചാരമല്ല, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് വയനാടിനെ ലോക ടൂറിസത്തിന്റെ ഭൂപടത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന രമ്യമായ ഒരു സസ്റ്റൈനബിൾ ടൂറിസം, എന്നെന്നും നിലനിൽക്കാവുന്ന ഒരു വിനോദസഞ്ചാര പദ്ധതി. I want the name of this beautiful place to reach many different countries in the world. ഈ വയനാടിന്റെ മനോഹരമായ പ്രദേശത്തെ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിന്, രാജ്യത്തിന്റെ അതിർത്തികളിന്, കടലുകൾ കടന്ന് ലോകമെമ്പാടും വളരെ സുപ്രസിദ്ധി നേടിയ ഒരിടമാക്കി മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. Already people across the world know Kerala as God's own country. ലോകത്തിനറിയാം കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന്. But I want, when they think of God's own country and they say I want to go to God's own country, another name also comes into their mind called Wayanad. പക്ഷെ ഒരു ചെറിയ കാര്യം അതെന്റെ മനസ്സിലൊരു ആഗ്രഹമായി മുട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടിനെ പറ്റി ലോകമോർക്കുമ്പോ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് അത് നമ്മുടെ വയനാടായി മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And we can work together to try and achieve this. നമുക്കൊത്തൊരുമിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തോളൊരുമി ഈ നേട്ടങ്ങളിലേക്ക് നമ്മുടെ വയനാടിനെ കൈപിടിച്ച് നടത്താം. I know there are issues of man-animal conflict. കൃഷിക്കും ജീവനും വരെ അപകടമുണ്ടാകുന്ന വന്യമൃഗങ്ങളുമായി സംഘർഷങ്ങൾ ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടെന്ന് എനിക്കറിയാം. And I know that there is a demand to open up the Mysore-Bandipur road at night. രാത്രികാല യാത്രാ നിരോധനത്തിന്റെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കണമെന്നും എനിക്ക് നല്ല വിവരമുണ്ട്, നല്ല ബോധ്യമുണ്ട്. I will not come here and promise you 2 crore jobs, 15 lakhs in your bank account, things like that. നട്ടാൽ കുറുക്കാത്ത പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് 2 കോടി ഒരു വർഷം തൊഴിൽ തരാമെന്നോ 15 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാമെന്നുള്ള കള്ള വാഗ്ദാനങ്ങൾ പറയുന്ന ആളല്ല ഞാൻ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. But I will commit to you that I will work together with you to resolve the problems that you face. പക്ഷെ ഞാൻ വാക്ക് തരുന്നു, വയനാടിന്റെ ഓരോ ജനകീയ പ്രശ്നങ്ങളിലും
അത് പരിഹരിക്കാൻ നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഓർക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Once again, I would like to conclude by saying, it is an honor for me to be standing here and addressing you. സൗഭാഗ്യമാണ്, ആദരവാണ്. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളെ കാണാൻ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ, ഈ മണ്ണിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. And it is an even bigger honor. It is an even bigger honor for me to be able to represent your voice and to be part of your voice. വാക്കുകളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയാത്ത ആദരവായി ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ പ്രതികരിക്കാൻ ഒരവസരം കിട്ടിയാൽ, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരവസരം കിട്ടിയാൽ, നിങ്ങളുടെ ശബ്ദം ലോകം കേൾക്കുന്നു എന്നുറപ്പുവരുത്താൻ ഒരവസരം കിട്ടിയാൽ, അത് വാക്കുകൾക്ക് അതീതമായ ആദരവായി ഞാൻ നോക്കിക്കാണുന്നു. I will not forget the love and affection that you have shown me. ജീവനുള്ള കാലം വരെ വയനാട്